ചോദ്യം. ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായ അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനം ഒരു കൂട്ടം ഡ്രോണുകൾക്ക് മുന്നിൽ ശരിക്കും പരാജയപ്പെട്ടോ? അതോ ഇതെല്ലാം ഇറാനിയൻ മാധ്യമങ്ങളുടെ പ്രചാരണം മാത്രമാണോ? അതിലും വലിയ ചോദ്യം, അമേരിക്ക വർഷങ്ങളായി ശക്തമായി നിലയുറപ്പിച്ചിരുന്ന ഇറാഖിലെ എർബിൽ സൈനിക താവളത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ സൈന്യത്തെയും ഭാരമേറിയ ആയുധങ്ങളെയും പിൻവലിക്കാൻ തുടങ്ങിയത്? ഇത് വെറും ഷെഡ്യൂൾ ചെയ്ത പുനർവിന്യാസമായിരുന്നോ? അതോ ഇറാന്റെ ആക്രമണങ്ങൾ അമേരിക്കയെ നിർബന്ധിതരാക്കിയതാണോ? അമേരിക്കൻ സൈന്യം ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലുള്ള എർബിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള സൈനിക താവളത്തിൽ നിന്ന് സൈനികരെയും ഭാരമേറിയ ഉപകരണങ്ങളെയും പിൻവലിക്കാൻ തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തുവന്നു. ഈ നീക്കത്തെ അമേരിക്കയും ഇറാഖ് സർക്കാരും മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന സൈനിക പുനർവിന്യാസത്തിന്റെ ഭാഗമായാണ് വിശേഷിപ്പിച്ചത്. സെപ്റ്റംബർ 30-നകം അമേരിക്കൻ സേനയുടെ പുനഃക്രമീകരണം പൂർത്തിയാക്കാനുള്ള ധാരണയുടെ ഭാഗമാണിതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഇറാനിയൻ മാധ്യമമായ പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ഔദ്യോഗിക വിശദീകരണം യഥാർത്ഥ കാരണം മറച്ചു വെക്കുന്നതാണ്. അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്, ഇറാന്റെ കൃത്യമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ അമേരിക്കയുടെ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തതോടെയാണ് എർബിലിൽ തുടരുന്നത് അപകടകരമായി മാറിയതെന്നും അതിനാലാണ് അമേരിക്ക അതിവേഗ പിൻവലിക്കൽ ആരംഭിച്ചെന്നുമാണ്. റിപ്പോർട്ട് പ്രകാരം ജൂലൈ 16-നും ജൂലൈ 24-നും പകർത്തിയ ഉപഗ്രഹ ചിത്രങ്ങൾ എർബിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാട്രിയറ്റ് ലോഞ്ചറുകൾ ആക്രമണത്തിൽ തകർന്നതായി കാണിക്കുന്നുവെന്നാണ് അവകാശവാദം. ഈ ചിത്രങ്ങൾ സ്വതന്ത്ര നിരീക്ഷകർ വിശകലനം ചെയ്തതായും റിപ്പോർട്ട് പറയുന്നു. എന്നാൽ ഈ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രസ് ടിവിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ജൂലൈ 16-ന് നടന്ന ആദ്യ ആക്രമണത്തിൽ പാട്രിയറ്റ് PAC-3 ലോഞ്ചറിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു. ചിത്രത്തിൽ പുക ഉയരുന്നതും ലോഞ്ചർ പ്രവർത്തനരഹിതമായതുമാണ് കാണുന്നതെന്ന് അവർ പറയുന്നു. ആക്രമണത്തിൽ ഷാഹേദ് 136 ഒരു വഴി ആക്രമണ ഡ്രോണുകളാണ് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ടിലുള്ള അവകാശവാദം. ഇതിനു പിന്നാലെ ജൂലൈ 24-ന് നടന്ന രണ്ടാമത്തെ ആക്രമണത്തിലും അതേ പാട്രിയറ്റ് ബാറ്ററിയുടെ മറ്റൊരു ഭാഗം തകർന്നുവെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എർബിൽ വിമാനത്താവളത്തിനുള്ളിൽ തീപിടുത്തമുണ്ടായതായും ഒന്നിലധികം പാട്രിയറ്റ് ലോഞ്ചറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ട് അവകാശപ്പെടുന്നു. എന്നാൽ ഈ സംഭവങ്ങളെക്കുറിച്ച് അമേരിക്ക ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും നൽകിയിട്ടുമില്ല. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ഓപ്പറേഷൻ നസർ 2-ന്റെ 27ാമത്തെ തരംഗത്തിനിടയിലാണ് എർബിലിൽ പാട്രിയറ്റ് സംവിധാനം നശിച്ചതെന്നാണ് അവകാശപ്പെടുന്നത്. അമേരിക്കൻ നിരീക്ഷണ ബലൂണും സൈനിക സൗകര്യങ്ങളും ലക്ഷ്യമിട്ട ആക്രമണമാണ് നടത്തിയതെന്നും IRGC പ്രസ്താവനയിൽ പറഞ്ഞതായി പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്യുന്നു. ഈ അവകാശവാദങ്ങളും സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. വിശകലനത്തിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ദുർബലതയാണ്. നൂറുകണക്കിന് കിലോമീറ്റർ പരിധിയിൽ ശത്രു മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്ത ഈ സംവിധാനം കുറഞ്ഞ ചെലവുള്ള ഡ്രോണുകൾക്ക് മുന്നിൽ പ്രതീക്ഷിച്ച ഫലം നൽകുന്നില്ല എന്നാണ് അവരുടെ വിലയിരുത്തൽ. ആക്രമണകാരി ഉപയോഗിക്കുന്ന ഷാഹേദ് 136 ഡ്രോണുകൾക്ക് ആയിരക്കണക്കിന് ഡോളർ മാത്രമേ ചിലവാകൂ. എന്നാൽ ഒരു പാട്രിയറ്റ് ഇന്റർസെപ്റ്ററിന്റെ വില ദശലക്ഷക്കണക്കിന് ഡോളർ ആണെന്ന സാമ്പത്തിക വ്യത്യാസം റിപ്പോർട്ട് എടുത്തു കാട്ടുന്നു. ഇതിനിടയിൽ പാശ്ചാത്യ വൃത്തങ്ങൾ ഇതിന് മറ്റൊരു വിശദീകരണമാണ് നൽകുന്നത്. അമേരിക്കൻ സേനയുടെ നീക്കം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പുനർവിന്യാസ പദ്ധതിയുടെ ഭാഗമാണെന്നും ഇറാഖിലെ സുരക്ഷാ ചുമതലകൾ ക്രമേണ പ്രാദേശിക സേനയ്ക്ക് കൈമാറുന്ന ദീർഘകാല പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണെന്നുമാണ് അവർ പറയുന്നത്. പാട്രിയറ്റ് സംവിധാനങ്ങൾ നശിച്ചതാണ് പിൻവാങ്ങലിന് കാരണമെന്ന അവകാശവാദം അമേരിക്ക ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുമില്ല. റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എർബിൽ സൈനിക സമുച്ചയത്തിൽ നിന്നുള്ള ഭൂരിഭാഗം അമേരിക്കൻ സൈനികരും ഭാരമേറിയ ഉപകരണങ്ങളും ഇതിനകം നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൈനിക വാഹന വ്യൂഹങ്ങൾ അയൽ രാജ്യങ്ങളിലേക്ക് നീങ്ങുന്നതായും അവർ പറയുന്നു. എന്നാൽ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇത് സംബന്ധിച്ച പ്രത്യേക നീക്കങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രവർത്തന സുരക്ഷയെ ചൂണ്ടിക്കാട്ടിയാണ് അവർ വിശദാംശങ്ങൾ വെളിപ്പെടുത്താത്തത്. റിപ്പോർട്ട് പ്രകാരം എർബിൽ പാട്രിയറ്റ് സംവിധാനങ്ങൾ ഇല്ലാതായതോടെ അമേരിക്കൻ സൈന്യത്തിന്റെ സംരക്ഷണത്തിൽ വലിയ വിടവ് രൂപപ്പെട്ടു. ഇതാണ് തുടക്കത്തിലുള്ള സൈനിക പുനർവിന്യാസത്തിന് പ്രധാന കാരണമെന്നാണ് അവരുടെ വിലയിരുത്തൽ. എന്നാൽ ഈ നിഗമനത്തെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര തെളിവുകൾ പരിമിതമാണ്. ഇറാനിയൻ മാധ്യമമായ പ്രസ് ടിവി മറ്റൊരു പ്രധാന വാദം ഉന്നയിക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ ഇറാഖി കുർദിസ്ഥാനിൽ അമേരിക്കയുടെ സ്ഥിര സൈനിക സാന്നിധ്യം ഇനി സുരക്ഷിതമല്ല. അതിനാൽ അമേരിക്ക തങ്ങളുടെ സൈനിക വിന്യാസം കുവൈറ്റ്, ജോർദാൻ, മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പുനഃക്രമീകരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതേസമയം അമേരിക്കൻ പ്രതിരോധ നയ വിദഗ്ധരുടെ ഭാഗത്തു നിന്നും പാട്രിയറ്റ് മിസൈൽ ശേഖരങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. യുക്രൈനിലേക്കുള്ള കൈമാറ്റങ്ങളും വർദ്ധിച്ച ആവശ്യകതയും പാട്രിയറ്റ് ഇന്റർസെപ്റ്ററുകളുടെ ലഭ്യതയെ ബാധിച്ചിട്ടുണ്ടെന്ന് ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ എർബിലിലെ സംഭവങ്ങളുമായി അതിന് നേരിട്ടുള്ള ബന്ധമുണ്ടെന്നതിന് പൊതുവായി സ്ഥിരീകരിച്ച തെളിവുകളില്ല. റിപ്പോർട്ടിൽ ആവർത്തിച്ച് പറയുന്ന മറ്റൊരു കാര്യം ഇറാന്റെ കൃത്യതയാർന്ന ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കൻ സൈനിക തന്ത്രത്തെ മാറ്റിമറിച്ചുവെന്നാണ്. എർബിലിലെ സംഭവങ്ങൾ ഡ്രോൺ യുദ്ധത്തിന് പുതിയ യാഥാർത്ഥ്യമാണ് കാണിക്കുന്നതെന്നും അവർ വിലയിരുത്തുന്നു. വില കൂടിയ പ്രതിരോധ സംവിധാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഡ്രോണുകൾ വലിയ തന്ത്രപരമായ നേട്ടം നൽകുന്നുവെന്നാണ് അവരുടെ നിഗമനം. എന്നാൽ പാശ്ചാത്യ സൈനിക വിശകലന വിദഗ്ധർ ഇതിനെ കൂടുതൽ ജാഗ്രതയോടെയാണ് കാണുന്നത്.
ഒരു യുദ്ധത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കാര്യക്ഷമത വിലയിരുത്താനാകില്ല എന്നാണ് അവരുടെ അഭിപ്രായം. കൂടാതെ എർബിലിൽ പാട്രിയറ്റ് സംവിധാനങ്ങൾ പൂർണ്ണമായി നശിച്ചുവെന്ന അവകാശവാദം സ്വതന്ത്ര ഉപഗ്രഹ വിശകലനങ്ങളിലൂടെ ഇതുവരെ വ്യക്തമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതും അവർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് എർബിലിൽ സംഭവിച്ചത്? അമേരിക്കയുടെ പാട്രിയറ്റ് സംവിധാനങ്ങൾ ഇറാന്റെ ആക്രമണത്തിൽ തകർന്നതിനെ തുടർന്നാണോ ഈ പിൻവലിക്കൽ? അതോ അമേരിക്കയും ഇറാഖും നേരത്തെ തീരുമാനിച്ചിരുന്ന സൈനിക പുനർവിന്യാസം മാത്രമായിരുന്നോ? അമേരിക്കയും പല പാശ്ചാത്യ വൃത്തങ്ങളും രണ്ടാമത്തെ വിശദീകരണത്തെയാണ് പിന്തുണയ്ക്കുന്നത്. അതിനാൽ ഈ വിഷയത്തിൽ ഇപ്പോഴും നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. യുദ്ധ സാഹചര്യങ്ങളിൽ ഇരുപക്ഷങ്ങളും വിവരയുദ്ധം നടത്തുന്നതിനാൽ ഏതൊരു അവകാശവാദവും സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെടുന്നതുവരെ ജാഗ്രതയോടെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഡ്രോണുകൾ, മിസൈലുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ മത്സരം ആധുനിക യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരുന്ന പുതിയ തെളിവുകൾ ഈ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം കൂടുതൽ വ്യക്തമാക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.